അഭിഷേകും സായിയും പണപ്പെട്ടിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഭിഷേകിനും സായിക്കും പണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എടുത്തു കൊടുത്ത് സഹായിച്ചാലോ എന്നതിനെ കുറിച്ചാണ് അവരുടെ ഡിസ്കഷൻ. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, പണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഋഷിക്കാണ്. ഋഷിക്ക് വാടക കൊടുത്തു മടുത്തു, സ്വന്തമായിട്ടൊരു വീട് വേണം എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്നാൽ പിന്നെ പണപ്പെട്ടി എടുത്തുകൂടെ എന്ന്. അപ്പോൾ ഋഷി പറഞ്ഞത്, ഋഷിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ജനങ്ങൾ എന്നെ ജയിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്, കപ്പ് നേടുമെന്ന് വിശ്വാസം ഉണ്ടെന്നാണ്. അപ്പോൾ അഭിഷേക് പറഞ്ഞു കൊടുത്തു എന്ന് അഭിഷേക് പറയുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആർക്കാണ് കിട്ടുന്നത്. ലക്ക് കൊണ്ട് ആര് വിൻ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നിനക്ക് അതൊരു ലക്കാണ്, അതല്ല നിനക്ക് വേണമെങ്കിൽ പണപ്പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പണം കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഋഷി അന്നേരവും ജനങ്ങളിൽ വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത് എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട്, പണപ്പെട്ടി അർഹതയുള്ളവർക്ക് എടുക്കാൻ നമുക്ക് സഹായിക്കാം, പക്ഷെ പണപ്പെട്ടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നന്ദുവിന് വേണ്ടിയ കാര്യം ഞാൻ ചെയ്യും. അതായത് നന്ദനയ്ക്ക് വീടില്ലാത്തത് ഞാൻ എങ്ങനെയാണെങ്കിലും വെച്ച് കൊടുക്കുമെന്നാണ് സായി പറയുന്നത്. എന്നിട്ട് സായി പറയുന്നുണ്ട്, പണപ്പെട്ടി കിട്ടിയാൽ എനിക്ക് അതൊരു അഡീഷണൽ ഹെൽപ്പ് ആകും, പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും ഞാൻ നന്ദുവിനൊരു വീട് വെച്ച് കൊടുക്കും, നന്ദുവിൻ്റെ ആവശ്യം എനിക്കറിയാം നല്ലതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് നന്ദനയോട് സായിക്ക് നല്ല പെങ്ങൾ എന്ന സ്നേഹമുണ്ട്, നല്ലൊരു പെങ്ങളായിട്ട് തന്നെയാണ് സായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നന്ദനയുടെ ആവശ്യം അറിയാവുന്നത് കൊണ്ട്, വീടില്ലാത്തത് കൊണ്ട് പണപ്പെട്ടി കിട്ടിയാലും ഞാൻ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് സായി പറയുന്നത്. സ്വന്തം ഗെയിം പോലും പെങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന, അവിടെ നിന്ന് കിട്ടിയ പെങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു സായി. അപ്പോൾ എന്താണെങ്കിലും സായിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഋഷിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ഋഷി എടുക്കുമോ സായി എടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ പണത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ എല്ലാവരും പണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജാസ്മിനും മുടിയനും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നോറ പറയുന്നുണ്ട്, ഇവർക്കൊക്കെ പണം കൊടുക്കും ബിഗ് ബോസ്, എന്നിട്ട് ആ ബി കപ്പ് എനിക്കിങ്ങ് തന്നേക്ക് എന്ന്. അപ്പോൾ വീഡിയോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പണപ്പെട്ടി ആര് തൂക്കുമെന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം വർഷ.